ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 76 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 76, 80 ഈ 2 വാക്യങ്ങളും. മറ്റൊരാൾ സ്തോത്രം, ആമേൻ, മലാഖി പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം കൂടെ ഒന്ന് വേഗത്തിൽ വായിക്കാം. നീയോ പൈതലേ, ആ മൈക്കിലൊന്ന് വായിച്ചേ, മൈക്രോഫോണൊന്ന് വായിച്ചേ. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി. 80-ാം വാക്യം. പൈതൽ വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. മലാഖി പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം കൂടെ. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ ആ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. മതി, കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ഭാഗം സക്കറിയ പുരോഹിതൻ തൻ്റെ മകനെ കുറിച്ച് പ്രവചിച്ച പ്രവചന വാക്കുകളാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ചില പ്രവചന ശബ്ദങ്ങളാണ് നാം ഈ ഭാഗങ്ങളിൽ വായിച്ചത്. ഏകദേശം 400-ലധികം വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്, അല്ലേ? 430 വർഷത്തോളമുള്ള ഗ്യാപ്പ് പഴയ നിയമവും പുതിയ നിയമത്തിനും ഇടയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഏകദേശം 400 വർഷത്തിന് പുറത്ത് ദൈവം ഈ ഭൂമിയിലെ ആരോടും സംസാരിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ സ്നാപകൻ വരുന്നതിന് മുൻപ് ഏകദേശം 400 വർഷം ദൈവം മിണ്ടിയില്ല. സൈലന്റ്. ഒരാത്മാവിൻ്റെ ഒരു ഇടപെടലുകളും ഒരുവൻ്റെ മേലും ഇല്ലാതിരുന്ന ഒരു സൈലന്റ് സീസൺ. സ്തോത്രം. എന്നാൽ ഈ 400 വർഷത്തിലധികം വരുന്ന ഈ വർഷങ്ങൾ കഴിയുന്നതിനും, എന്നാൽ ഈ 400 വർഷത്തിന് മുൻപ് ഒരു പ്രവാചകൻ പ്രവചിക്കുന്നു, ഒരുവൻ വരും. ഒരുവമേ പറഞ്ഞേ, ഒരുവൻ വരും. എന്താ മലാഖി പ്രവചിച്ചേ? എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. എന്തിനാ? വഴി ഒരുക്കാൻ വേണ്ടി. സ്തോത്രം. വളരെ ലഘുവായി, ഒരു വലിയ ആത്മീയ അർത്ഥമോ ദൂതോ ഒന്നുമല്ല, ഒരു ചെറിയൊരു തോട്ട് പറയാം. നമുക്കറിയാം, നമ്മൾ ഈ സ്ഥിരം നടക്കുന്ന ഒരു പാത, നമ്മൾ സ്ഥിരം ഒരാളിങ്ങനെ നടന്നാൽ, സ്തോത്രം, നമുക്കറിയാം ഈ റബ്ബർ ട്രാപ്പിങ്ങൊക്കെ ബസ് കയറിയായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്ഥിരം ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ നമുക്കറിയാം ഇവിടെ ട്രാപ്പിംഗ് നടക്കുന്നുണ്ട്, അല്ലേ? കാരണം അവിടെ ഒരു വഴി ഇങ്ങനെ. എന്നാൽ കുറച്ച് നാൾ ഈ നടത്തം ഇല്ലാതിരുന്നാൽ ഇവിടം കൂടെ പുല്ല് പിടിക്കും. സ്തോത്രം, ആമേൻ. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് ആത്മീയ ഗോളം. മനസ്സിലായോ? ഈ 400 വർഷം ദൈവ ഇടപെടാതെ, ഈ വഴിയൊന്നും ഇല്ലാതെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ആത്മീക ഗോളമായിരിക്കുമ്പം പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുക, ഞാൻ ഒരു ദൂതനെ അയക്കുന്നു. എന്തിനാ? വഴി ഒരുക്കാൻ. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായി? ആമേൻ. വഴി ഒരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഇങ്ങനെ ദൈവം തൻ്റെ ദാസനിലൂടെ ഒരു ദൂതനെ അയക്കും.
വഹിക്കും എന്ന് പറഞ്ഞ്, എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നാം വായിച്ച 1-ാം അധ്യായം 76-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തൻ്റെ മകനാകുന്ന സ്തോത്രം യോഹന്നാൻ എന്ന് താൻ ദൈവാത്മാവിൽ പേർ വിളിച്ച ആ പൈതലിനെ നോക്കി പ്രവചിക്കുക, നീയോ പൈതലേ. ഒരു വല്ലാത്തൊരു പ്രയോഗമാ, നീയോ പൈതലേ. ഇവൻ ഇന്ന് ഒന്നുമല്ല, ഇവനൊരു കുഞ്ഞു ബാലനാ, ഇന്നൊരു പൈതലാ. ഈ പൈതലിനെ നോക്കി അവന്റെ ഭാവിയെ കുറിച്ച് പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ ഭാവി എവിടെയൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോ ആ ബ്ലോക്കുകളെ എടുത്തു മാറ്റി തലമുറയുടെ ഭാവിയെ ഇന്ന് വരെ സ്വർഗം അതിനെ ഓപ്പൺ ചെയ്ത് വിടുകയാണ്. ചില തലമുറകളെ നോക്കിയുള്ള ദൈവത്തിന്റെ ആലോചനകൾ, ചില പ്രവചന ശബ്ദങ്ങൾ ഇന്ന് വരെ ഓപ്പൺ ആകട്ടെ. Yes. Hallelujah. 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 നിന്റെയും നിന്റെ പിതാക്കന്മാരുടെയും പാരമ്പര്യങ്ങൾ നിന്റെ തലമുറയെ നോക്കി അവൻ വിടത്തില്ലെന്ന് പറയുമ്പോൾ ഇന്നുകൾ ആത്മാവിൽ നിറഞ്ഞ് തലമുറയെ നോക്കി ആത്മാവിൽ പ്രവചിക്ക്. തലമുറയുടെ ഭാവി ഇന്നുകൾ ബ്ലോക്കായത് ഈ പകൽ തുറക്കുകയാണ്. Yes, yes, yes. Hallelujah. Hallelujah. ഇവിടെ ഭാമൻ സ്തോത്രം, ഈ പിതാവ് തലമുറ നോക്കി പറയുക, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ. ഒരു കുഞ്ഞിനെ നോക്കി പ്രവചിക്കുക, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നീ ഇന്ന് പൈതല അല്ലേ? ഇന്ന് നീ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല അല്ലേ? സ്വത്രം മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പേ ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തന്റെ തലമുറയുടെ ഭാവി കണ്ടുകൊണ്ട് പറയുക, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ തലമുറയെ തകർത്തു കളയുമെന്ന് പിശാച് വാദിച്ചു നിൽക്കുമ്പോ, തലമുറയെ ഇല്ലാതാക്കുമെന്ന് പിശാച് വാദിച്ചു നിൽക്കുമ്പോ നിനക്കൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് ശത്രു ഒരു ഭാഗത്ത് വാദിച്ചു നിൽക്കുമ്പോ ദൈവം നൽകിയ തലമുറയെ നോക്കി സക്കറിയാവ് പറയുക, ഇത് സാധാരണ തലമുറ അല്ല, ഇവൻ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, സക്കറിയാവിനോട് ഞാൻ ചോദിക്കട്ടെ, തൻ്റെ ഭാര്യയാകുന്ന എലിസബത്തിനോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വരെ ലോകം നിന്നെ പറഞ്ഞതെന്താ? മച്ചി എന്നല്ലേ? ഇന്നലെ വരെ മെഡിക്കൽ സയൻസ് നിന്നോട് പറഞ്ഞതെന്താ? കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ലേ? എന്നാൽ ഇന്ന് ദൈവം ഒരു തലമുറയെ നിനക്ക് തരുമ്പോ എന്താ ആ തലമുറയോട് നിനക്ക് പറയാനുള്ളേ? സക്കറിയാവ് പറയും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ പറയും, എന്റെ തലമുറ അത്യുന്നതന്റെ പ്രവാചകൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു ചില തലമുറകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകല് സ്തോത്രം, ആമേൻ, തലമുറയിലേക്ക് ഒരു അഭിഷേകം ഇന്ന് പകൽ വരണം. തലമുറയുടെ ലൈഫിന്റെ അവരുടെ ഫ്യൂച്ചറിനെ എവിടെയൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോ, എവിടെയൊക്കെ ശത്രു അടയ്ക്കാൻ ശ്രമിക്കുമ്പോ, കർത്താവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ ഫ്യൂച്ചർ ആമേൻ ആമേൻ ദൈവകരങ്ങളിൽ സേഫ് ആകാൻ, ദൈവകരങ്ങളിൽ സേഫ് ആകാൻ
യേശുവിന്റെ നാമത്തിൽ തലമുറകളിലേക്ക് ഇന്ന് പകൽ ഒരു അഭിഷേകം വരട്ടെ. തലമുറകളിലേക്ക് ഒരു അഭിഷേകം വരട്ടെ. Hallelujah, 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 hallelujah. സന്തോഷം ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകല് സ്തോത്രം, അവൻ സ്തോത്രം, തലമുറയെ നോക്കി ഈ മനുഷ്യൻ പ്രവചിക്കുക. എന്താ പ്രവചിക്കുന്നേ? സ്തോത്രം, ആമേൻ. പൈതലേ, നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. തീരുന്നില്ല. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ താഴോട്ടുണ്ട്, ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. ശ്രദ്ധിക്കണേ, ഈ ഭയങ്കര ദൂതല്ലേ പറഞ്ഞേ, അല്ലേ? ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാക്തത്വമല്ലേ തലമുറയ്ക്ക് മനുഷ്യൻ കൈമാറിയേ. പക്ഷേ 80ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം എഴുതിയിരിക്കുന്ന ഇങ്ങനെ വായിച്ചേ, പൈതൽ വളർന്നു. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ സംഭവിച്ചു? പൈതൽ വളർന്ന് പ്രവചനം കേട്ടു, വാക്തത്വം കിട്ടി, അല്ലേ? ദൂത് കിട്ടി, തലമുറയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ദൂത് കിട്ടി. കേൾക്കുന്നുണ്ടോ? തലമുറയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ദൂത് കിട്ടി. എന്നാൽ 80ാം വാക്യത്തിലേക്ക് വരുമ്പോ പൈതൽ വളർന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ വളർച്ചയ്ക്കൊരു കുറവില്ല, വളർച്ചയൊന്നും മുരടിക്കുന്നില്ല. കുഞ്ഞു വളരുന്നുണ്ട്, പൈതൽ വളരുന്നുണ്ട്, ആത്മാവിൽ ബലപ്പെടുകയും ചെയ്തു. പക്ഷെ ഒരു കുഴപ്പം, ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. പുള്ളി കിടക്കുന്നവിടാ, കാണിക്കേണ്ടതവിടാ. ഇസ്രായേലിന് കാണിക്കേണ്ടതാ, ഞാൻ അത്യുന്നതന്റെ പ്രവാചകൻ, ഞാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ. മലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ യേശുവിൻ്റെ ദൂതൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കർത്താവിൻ്റെ ദൂതനാ. അപ്പനിലൂടെ പറഞ്ഞു അത്യുന്നതന്റെ പ്രവാചകൻ. മലാഖി പ്രവചിച്ചു ദൂതൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വാക്തത്വങ്ങൾ കിടക്കുന്ന ഈ മനുഷ്യൻ ഇപ്പൊ കിടക്കുന്ന എവിടാ? മരുഭൂമിയില. ഈ മരുഭൂമിയിൽ നീ കിടന്നാൽ നിനക്ക് നിന്നെ കാണിക്കാൻ പറ്റത്തില്ല. പൈതൽ വളരുന്നുണ്ട്, വാക്തത്വ പ്രകാരം വളരുന്നുണ്ട്, ആത്മാവിൽ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കിടപ്പ് മരുഭൂമിയില. മരുഭൂമി നമുക്കറിയാം നിർജ്ജന പ്രദേശമാണ്. മരുഭൂമി നമുക്കറിയാം വരണ്ട നിലമാ. മരുഭൂമി നമുക്കറിയാം അതിനകത്ത് ചില ദുഷ്ട സ്തോത്രം വിഷ സർപ്പങ്ങളുണ്ട്. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുന്നുണ്ട്. മരുഭൂമി ഒട്ടും നല്ലതല്ല. മരുഭൂമി വളരാൻ ആഗ്രഹിക്കുന്നവന് നല്ല അന്തരീക്ഷമല്ല. ആമേൻ. നിന്നെ വെളിപ്പെടുത്തേണ്ടത് ഇസ്രായേലിന്റെ മുമ്പില്, പക്ഷെ നിന്റെ കിടപ്പ് മരുഭൂമിയില്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ദൂത് കൈമാറുന്നു. ചിലതിനൊക്കെ ദൈവം മരുഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ.
മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽ എന്തൊക്കെയോ ചിലത് കിടപ്പുണ്ട്, എന്തൊക്കെയോ ചില വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, എന്തൊക്കെയോ ഒരു വലിയ വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. പക്ഷേ പലപ്പോഴും നീ മരുഭൂമിയിൽ ഒതുക്കപ്പെടുന്നു. കാണിക്കേണ്ടതുപോലെ രോഗശാന്തി കിട്ടിയിട്ട് മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കാനുള്ളതല്ല. ഭൂതങ്ങളെ പുറത്താക്കുള്ള അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ അത് അകത്ത് പൂട്ടിയിട്ട് ഇരിക്കേണ്ടതല്ല, അത് പ്രദർശിപ്പിക്കാനറിയണമെന്നിരിക്കുമേ. ദൈവം എന്തെങ്കിലും നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, എന്നാൽ അത് പ്രദർശിപ്പിക്കേണ്ടത് പോലെ നിന്റെ മേൽ കിടക്കുന്ന വിളിക്കൊത്ത് വെളിപ്പെടുത്താൻ കഴിയാതെ ഏതോ ചില മരുഭൂമികളിൽ ശത്രു നിന്നെ ഒതുക്കുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. ഇന്ന് പകൽ ദൈവം എനിക്ക് തന്ന ദൂതിതാണ്, ആ നാളെത്താറായി, ആ നാളെത്താറായി, നിന്നെ തന്നെ കാണിക്കുന്ന നാളെത്താറായി, വെളിപ്പെടേണ്ട നാളെത്താറായി. പഴക്കം ചെന്ന ചില പ്രവചന ദൂതകൾ നിന്റെ ലൈഫിൽ വെളിപ്പെടേണ്ട നാളെത്താറായി. വർഷങ്ങൾ പഴക്കമുള്ള ചില ദൂതുകൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില വാഗ്ദത്തങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില ദൈവശബ്ദങ്ങൾ ഇന്നും കേട്ട് അത് വഹിച്ചുകൊണ്ട് നീ ചുമന്നുകൊണ്ട് നടക്കുക. പലപ്പോഴും വെളിപ്പെടാൻ കഴിയാതെ, പലപ്പോഴും പുറത്തു വരാൻ കഴിയാതെ എവിടെയൊക്കെ നീ ഒതുക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഏതൊക്കെയോ മരുഭൂമിക്കകത്ത് ആമേൻ ഹല്ലേലൂയ നീ ഒതുക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കിടക്കുന്ന വാഗ്ദത്തത്തിനൊത്ത്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിനൊത്ത്, നീ പ്രാപിച്ച വാഗ്ദത്തത്തിനൊത്ത്, നീ കേട്ട ദൈവശബ്ദത്തിനൊത്ത് വെളിപ്പെടാൻ കഴിയാതെ പലപ്പോഴും ഒതുക്കപ്പെടുന്ന ചിലരെ ഇന്ന് പകൽ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ആമേൻ, ആമേൻ. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, പക്ഷെ കിടപ്പ് മരുഭൂമിയില. ഈ വാഗ്ദത്തം മൊത്തം കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇസ്രായേലില, പക്ഷെ ഇന്ന് നിന്റെ ഇരിപ്പും കിടപ്പും മരുഭൂമിയില. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തത്തിനൊത്ത തലത്തിലേക്ക് ഇന്ന് പകൽ എന്റെ ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ആ നാൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുമെന്ന് ഘടകമം ഈ വചനം തന്നിട്ട് ദൈവം എനിക്ക് തന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദൈവിക വിളിയുള്ളവൻ്റെ വളർച്ച പ്രതിസന്ധികളുടെ നടുവിലായിരിക്കും. മനസ്സിലായോ? ദൈവിക വിളിയുള്ളവൻ്റെ വളർച്ച നല്ലിടത്തല്ല, നല്ലൊരു സ്ഥലത്തായിരിക്കില്ല, എല്ലാം അനുകൂലമായ സ്ഥലത്തായിരിക്കില്ല, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകല് ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണേ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഇത് മത്തായി പറയുന്നതാ. എന്നാ യോഹന്നാനിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യോഹന്നാൻ സ്നാപകൻ വളർന്നു അല്ലേ, ആത്മാവിൽ ബലപ്പെട്ടു. പക്ഷെ ഇരിപ്പും കിടപ്പും എവിടെ? മരുഭൂമിയാണ്. കിടക്കുന്ന വാഗ്ദത്തം ഇസ്രായേൽ കേട്ടോ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. ഈ ഇസ്രായേലുമായി കണക്ട് ചെയ്താണ് ഈ വാഗ്ദത്തം കിടക്കുന്നത്. ആ അന്തരീക്ഷത്തിൽ വരുന്നത് വരെ യോഹന്നാൻ്റെ മേൽ യോഹന്നാനെ ആരും അറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാന് ഒന്നും ചെയ്യാൻ കംപ്ലീറ്റ്ലി പുള്ളി ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ കണക്റ്റ് ആകേണ്ടതിനോട് കണക്റ്റ് ആകാതിരുന്നാൽ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കും. യോഹന്നാൻ മരുഭൂമി എന്ന് വരണം. യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് ഏതുമായി കണക്ട് ചെയ്താൽ തൻ്റെ മേലുള്ള വാഗ്ദത്തമുണ്ടോ അവിടെ എത്തുമ്പം അതുവരെ നമ്മുടെ ഭാഷ പറഞ്ഞിങ്ങനെ ചതഞ്ഞും അല്ലെ, പക്ഷേ എന്തോ ഒരു വാക്ക് പറയുമല്ലോ, ചതഞ്ഞും ഒടിഞ്ഞും ഇങ്ങനെ പോവും. ഞാൻ എന്നോട് തന്നെ പറയും ഞാൻ പ്രവാചകനാ അല്ലേ. പക്ഷേ നീ പുറത്തു വന്നാൽ, നീ അത്യുന്നതന്റെ പ്രവാചകൻ, നീ ദൈവമയച്ച ദൈവത്തിന്റെ ദൂതൻ. ഇന്ന് പകല് ഈ ദൂത് തന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഈ തലമുറയിൽ അത്യുന്നതന്റെ പ്രവാചകനാകാൻ നീ തയ്യാറാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ തലമുറയിൽ അത്യുന്നതന്റെ പ്രവാചകനാകാൻ തയ്യാറാണോ? ഈ തലമുറയിൽ ദൈവത്തിന്റെ ദൂതനാകാൻ തയ്യാറാണോ? സുവിശേഷത്തിന്റെ ദൂതനാകാൻ തയ്യാറാണോ? ഇന്ന് പകൽ മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ സ്വതന്ത്രം പറഞ്ഞേ. പക്ഷേ കിടപ്പ് മരുഭൂമിയില്ല. പുറത്തു വരേണ്ടതൊക്കെ ഇന്ന് പകൽ പുറത്തു വരട്ടെ. യെസ്. ഇനി ഒരു നാൾ, ഈ പറഞ്ഞ ആ നാളെത്തി, യോഹന്നാൻ പുറത്ത് വന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. ഇതാണ് മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വന്നാൽ, ഹലോ, മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നാൽ, ഈ നമ്മളെ എന്തോ പറയുന്നേ, ഈ കല്യാണത്തിനൊക്കെ ചെറുക്കൻ വരുമ്പോഴേ ചെറുക്കൻ്റെ വീട്ടുകാരും ഈ പെണ്ണിൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ മണ്ഡപത്തിലോട്ടോ വരുമ്പോൾ എന്തുവാ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കാൻ ആരും ചിലപ്പോൾ കാണത്തില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നീ വെളിപ്പെടുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും, നീ ആർ? മനസ്സിലായോ? ഇതല്ലേ ഇവിടെ വായിച്ചേ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ലൂക്കോസ് 1:80 വായിച്ചെന്താ? അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു എന്ന് വെച്ചാൽ കാണിക്കുന്ന ഒരു നാളുണ്ട് അല്ലേ?
നമ്മുടെ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ വെളിപ്പെടേണ്ട ഒരു നാളുണ്ട്. ആ നാളെത്തിയപ്പോ ഈ പുള്ളി പുറത്തു വന്നു. പുറത്തു വന്നപ്പോ ചില പരീക്ഷന്മാർ വന്ന് ചോദിക്കുക, നീ നീ ആരാ? അടുത്ത് വായിച്ചേ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. നമ്മൾ ചിലരാണെങ്കിൽ ഞാൻ ക്രിസ്തു എന്ന് പറയുന്നു. പുള്ളി പറയാ ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല. പിന്നെന്താ? പിന്നെ എന്ത്? അടുത്ത ചോദ്യം പിന്നെ എന്ത്? ആദ്യത്തെ ചോദ്യം എന്താ? നീ ആർ. അടുത്ത ചോദ്യം പിന്നെ എന്ത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ മേൽ കിടക്കുന്ന വിളി വെളിപ്പെട്ടാൽ ആദ്യം വരുന്ന ചോദ്യം അടുത്ത് നീ എന്ത്? ഒരു സ്വതന്ത്രം പറഞ്ഞേ. അടുത്ത വായിച്ചേ. നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് നീ ആരാ പറഞ്ഞു. നീ ആരാ? നീ ഏലിയാവോ എന്ന് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞു. അടുത്ത നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത് അവർ അവനോട് നീ ആരാകുന്നു? നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയാം. അപ്പോ ഇവരയച്ച ചിലരുണ്ട്. ഇവരെ അയച്ച ചിലരുണ്ട്. ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയോട് ചോദ്യം ചെയ്യാൻ, നിന്റെ വിളിയോട് ചോദ്യം ചെയ്യാൻ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോട് ചോദ്യം ചെയ്യാൻ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ചോദ്യം ചെയ്യാൻ ചിലരൊക്കെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ അതിൻ്റെ ഒക്കെ വായടപ്പിക്കുന്ന ഒന്ന് നിന്റെ അകത്ത് കിടപ്പുണ്ട്. അടുത്ത വായിച്ചേ. ഞങ്ങളെ അയച്ചവനോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു? സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? സ്വയം പരിചയപ്പെടുത്തണം. അടുത്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുണ്ട്? എൻ്റെ കൂടെ ഉണ്ടോ? വചനം അറിയാവുന്നവരിന്ന് പകലാമൻ പറയും. സ്തോത്രം. ചോദ്യങ്ങൾ വരുമ്പം, എന്തിനെന്ന് ചോദിക്കുമ്പം, നീ ആരാന്ന് ചോദിക്കുമ്പം, ആ ചോദിച്ചവരുടെ മുമ്പിൽ അകത്ത് വിളിയുണ്ടെന്ന് ബോധ്യമുള്ളവൻ പതറത്തില്ല. മനസ്സിലായോ? ഒന്നിന്റെ മുമ്പിൽ പതറിപ്പോകത്തില്ല. ഇവന്റെ അകത്തൊരു പൂർണ്ണ ബോധ്യമുണ്ട്. യെശയ്യാവ് പ്രവചിച്ച ആ പ്രവചനത്തിന്റെ നിവർത്തിയാ ഞാൻ. Glory. Hallelujah. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. യെശയ്യാവ് 40:3 യെശയ്യാവ് പ്രവചിച്ച ആ മനുഷ്യൻ ഞാനാ. വഴിയൊരുക്കാൻ വന്നവൻ ഞാനാ. മലാഖി പറഞ്ഞ ദൂതൻ ഞാനാ. അത്യുന്നതന്റെ പ്രവാചകൻ ഞാനാ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽ ആമേൻ തലയെടുക്കത്തക്കവണ്ണം ചില ഹെരോദാവുമാരും ചില തലമുറകളും നിനക്കെതിരെ വന്നേക്കാം. അതിന്റെ മുമ്പിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ, ഞാൻ ദൈവത്തിന്റെ പ്രവാചകൻ. നിന്റെ മേൽ കിടക്കുന്നത് അത്യുന്നതന്റെ വിളിയാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും തലയെടുക്കാൻ ഹെരോദാവിന്റെ വാള് നിനക്കെതിരെ വന്നാലും നീ നെഞ്ചു നിവർത്തി നിന്ന് പറയും, ഞാൻ ദൈവത്തിന്റെ പ്രവാചകൻ.
അങ്ങനെയുള്ള ചിലതിനെ ഈ തലമുറയിൽ ദൈവം തരികയാണ്. അങ്ങനെയുള്ള ചിലതിനെ ഈ തലമുറയിൽ ദൈവം തരികയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ തകർച്ച കാണാൻ ചിലത് കാത്തിരിക്കുന്നുണ്ടാകാം. നിന്നെ വെട്ടിയിടാൻ ചിലത് കാത്തിരിക്കുന്നുണ്ടാകാം. ചില ഹേരോദാവന്മാർ നിനക്കെതിരായേക്കാം. ചില വാളുകൾ നിനക്കെതിരെ വന്നേക്കാം. വിളിച്ചു പറയാൻ പറ്റുമോ? മനസ്സിലാകുന്നവരെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകല് ഒരു ദൈവത്തിന്റെ വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. ചില വിളികൾ നിന്റെ മേൽ കിടപ്പുണ്ട്. ചില ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ കിടപ്പുണ്ട്. എന്നാൽ എവിടെയൊക്കെ നിന്നെ ഒതുക്കാനും നീ പുറത്തു വന്നാൽ നിന്നെ തകർത്ത് കളയാൻ ചില വാളുകളും ആമേൻ ഈ ദിവസങ്ങളിൽ നിനക്ക് വിരോധമായി വരുമ്പോ അതിന്റെ നടുവിൽ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, അതിന്റെ നടുവിൽ ഒരു ഭാഗത്ത് മരുഭൂമി, ഒരു ഭാഗത്ത് വാള് നിനക്കെതിരെ ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഏൽപ്പിച്ചത് ഈ നാളുകളിൽ നെഞ്ചു നിവർത്തി നിന്ന് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് ഇന്നു മകൾ വിളിച്ചു പറയുന്നു, പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരെക്കാളും ഈ യോഹന്നാനെ എന്റെ കർത്താവ് ഉയർത്തിയതുപോലെ ഇന്ന് പകൽ നിന്നെ ഉയർത്താൻ, നിന്നെ മാനിപ്പാൻ മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. പലപ്പോഴും ചോദിക്കാറില്ലേ, തുടങ്ങിയത് മുതൽ പ്രശ്നം, തുടക്കത്തിൽ മരുഭൂമി, ഇപ്പോ ഇതാ വാള്. ആമേൻ. ഇതിനിടയിലെ ചോദ്യങ്ങൾ, നീ ആർ, നീ എന്തിന്, ആമേൻ, നീ ആരാ? ആമേൻ. ഇന്ന് പകല് ദൈവാത്മ പറയുന്നു, അതിന്റെ നടുവിൽ ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോവാ. അതിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്താൻ പോവാ. നിന്റെ മേൽ കിടക്കുന്ന വിളിയെ ദൈവം വെളിപ്പെടുത്താൻ പോവാ. നിന്നെ ദൈവം അയച്ചതിന്റെ ദൈവത്തിന്റെ പദ്ധതി ഞാൻ ഇങ്ങനെ പറയാം, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പദ്ധതി അല്ലേ? ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മളാണ് പോയിരുന്നെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചോദിക്കുമായിരുന്നു, ഞാൻ ആരാ, ഞാൻ എന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വളർന്ന് വന്നപ്പോൾ മരുഭൂമി, പുറത്ത് വന്നപ്പോൾ ചോദ്യം, ശുശ്രൂഷയെ തുടങ്ങിയപ്പം വാള്. ഈ മനുഷ്യനെ കയറ്റിവിടാൻ ഒറ്റെണ്ണ ഇല്ലായിരുന്നു. ഈ മനുഷ്യനെ കയറ്റിവിടാൻ ഒരെണ്ണ ഇല്ലായിരുന്നു. എല്ലാ ഭാഗത്തുനിന്നും പ്രതികൂല. പക്ഷെ പിന്നത്തേത് നമ്മൾ വായിക്കുന്നത്, എൻ്റെ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയ ഒരുവനില്ല. ഹലോ. മാനിക്കേണ്ടവൻ, എല്ലാവരും അല്ല, മാനിക്കേണ്ടവൻ നിന്നെ മാനിച്ചാൽ, ഉയർത്തേണ്ടവൻ നിന്നെ ഉയർത്തിയാൽ, ഹലോ, മാനിക്കേണ്ടവൻ നിന്നെ മാനിച്ചാൽ, ഉയർത്തേണ്ടവൻ നിന്നെ ഉയർത്തിയാൽ, ഇവിടത്തെ ആരെല്ലാം നിന്നെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയാലും, ഏത് വാളുകൾ നിനക്കെതിരെ വന്നാലും, ഏത് മരുഭൂമിക്കകത്ത് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും, കേൾക്കുന്നുള്ളവർ ഇന്ന് നമ്മൾ പ്രതികരിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ മാനിക്കേണ്ടവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ ആദരിക്കേണ്ടവൻ ഈ പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്.
ദൈവമക്കളെ, കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ആ നിലയിൽ ഈ നിലകളെ കൊണ്ടുപോകാൻ പോവുക, ഈ നാളുകളെ കൊണ്ടുപോകാൻ പോവുക. പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകല് സ്തോത്രം, ഹല്ലേലൂയ. ഭയങ്കര വാഗ്ദത്തമല്ലേ കേട്ടത്, ഭയങ്കര വിളിയല്ലേ കേട്ടത്. പക്ഷെ കിടപ്പിപ്പോൾ മരുഭൂമിയില്ല. ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ വാള് തുടങ്ങിയപ്പോൾ വാള്. ഇന്ന് പകൽ പക്ഷേ അതിൻ്റെ നടുവിൽ നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചതിൻ്റെ പിന്നിലെ ദൈവിക ഉദ്ദേശം എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അത്യുന്നതൻ്റെ പ്രവാചകനായി, ദൈവത്തിൻ്റെ ദൂതനായി ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. സ്വീകരിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.